മൂവാറ്റുപുഴയിലെ ആൾക്കൂട്ട മർദ്ദനത്തിൽ അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് സ്ഥിരീകരിച്ചു പോലീസ്. രണ്ടുപേർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അതേസമയം കേസിലെ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ നാളെ കോടതിയെ സമീപിക്കാനാണ് നീക്കം. ഡാനി പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ? അന്വേഷണ സംഘം എന്താണ് പറയുന്നത്? പാർവതി, ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കസ്റ്റഡിയിലുള്ള പ്രതികൾ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്ത പ്രതികൾ, അവരിപ്പോൾ റിമാൻഡിലാണ്. ഇത് കൂടാതെയും വേറെയും പ്രതികളുണ്ട് എന്ന സൂചനകളിലേക്കാണ് പോലീസ് ചെല്ലുന്നത്. അതിന് ആനുപാതികമായി ചില തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് ഈ നിലവിൽ അറസ്റ്റ് ചെയ്ത പ്രതികളുടെ പക്കൽ നിന്ന് എടുത്ത മൊബൈൽ ഫോണുകൾ പരിശോധിച്ചതിൽ നിന്നാണ്. കാരണം അതിൽ പരിശോധിക്കുമ്പോൾ ചില ദൃശ്യങ്ങൾ അതിൽ നഷ്ടമായിട്ടുണ്ടെങ്കിൽ ചിലത് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഉള്ള ദൃശ്യങ്ങൾ ഇതെല്ലാം തന്നെ വിപുലമായ രീതിയിൽ തന്നെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതിൽ മറ്റു ചിലർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പോലീസ് നിഗമനത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് ചിലർ നിരീക്ഷണത്തിലാണ്. ഏതാണ്ട് 3ഓളം പേർ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയുണ്ട്. ഇവരുടെ മൊബൈൽ ഫോൺ വിവരങ്ങൾ അടക്കം പോലീസ് പരിശോധിക്കുന്നു. ഈ കൃത്യത്തിൽ ഉൾപ്പെട്ടവരെല്ലാം തന്നെ വിശദാംശങ്ങളടക്കം മൊബൈൽ ഫോൺ രേഖകളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിയതും കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത പലരും തന്നെ പ്രതികളല്ല എന്നൊരു ആക്ഷേപം അവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. കാരണം ഇയാളെ സഹായിക്കാൻ, ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാൻ ചെന്ന പലരും തന്നെ ഇതിൽ പ്രതികളായിട്ടുണ്ട്. പോലീസ് അവരെയും ഇത് പ്രതിസ്ഥാനത്തേക്ക് ചേർത്തു എന്ന വളരെ ഗുരുതരമായ ആക്ഷേപവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം പോലീസ് നടത്തണം. ഇയാൾക്ക് എവിടെ നിന്നാണ് പരിക്കേറ്റത് എന്നതാണ് ഇപ്പോഴും ഒരു അവ്യക്തത. ആൾക്കൂട്ട ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലും ഇയാൾ ആ വീട്ടിൽ നിന്ന്, ഇയാളുടെ വനിതാ സുഹൃത്തിനെ കാണാൻ ചെന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെയും ഇയാൾക്ക് പരിക്കേറ്റിരുന്നു. അത് അയാളുടെ കൈ ചില്ലലമാരയിൽ ഉടച്ചുള്ള ഒരു പരിക്കാണെന്ന് പറയുമെങ്കിൽ കൂടിയും അവിടെ അതിനിടയിൽ എവിടെ വെച്ചെങ്കിലും മർദ്ദനമേറ്റിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് നാട്ടുകാർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. ഈ വനിതാ സുഹൃത്തിൻ്റെയും അതോടൊപ്പം തന്നെ അവർക്കൊപ്പം താമസിച്ചിരുന്ന മറ്റൊരു പെൺകുട്ടിയും മൊഴിയെല്ലാം തന്നെ മജിസ്ട്രേറ്റ് വിശദമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിക്കും. അതിനുശേഷം ആയിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലിൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഈ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും ഒരുപക്ഷെ കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടക്കുകയും കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുന്നത്. പാർവതി. ശരി.